നമസ്തേ. ഈ കഴിഞ്ഞ 2-3 വീഡിയോ പ്രസന്റേഷനുകളിലായിട്ട് ഒരു റെസ്യൂമെ എഴുതുമ്പോൾ എന്തെല്ലാം അത്യാവശ്യ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം, അവ എങ്ങനെയെല്ലാം ഉൾക്കൊള്ളിക്കണം എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3-ാം ഭാഗത്തിലേക്ക്, പ്രോബബ്ലി അതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഈ റെസ്യൂമെയിൽ നമ്മുടെ വിദ്യാഭ്യാസപരമായ വിവരങ്ങൾ, തൊഴിൽപരമായ വിവരങ്ങൾ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ക്രമം നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ്, അതിനെ എന്താണ് പറയുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് ആണ് എന്ന് വിചാരിക്കുക. 2020 മാർച്ചിൽ ഫൈനൽ പരീക്ഷ പാസ്സായ ഒരു ഗ്രാജുവേറ്റ്. നിങ്ങൾ ഒരു തൊഴിലിന് അപേക്ഷ വയ്ക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് തൊഴിൽ പരിചയം ഇല്ല. ഏതെങ്കിലും ഇന്റേൺഷിപ്പുകളൊക്കെ ചെയ്തിട്ടുള്ള പരിചയം വരുന്നുണ്ടോ എന്നുള്ളത് അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. പണ്ടത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ട് ഒരു നോർമൽ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇന്റേൺഷിപ്പ് ചാൻസുകളൊന്നും ഇപ്പൊ നമുക്ക് പോപ്പുലർ ആയിട്ടില്ല. അതോടെ നിൽക്കട്ടെ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ വിവരങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ് ഇപ്പൊ ഞാൻ ആദ്യം പറയുന്നത്. ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ റെസ്യൂമെ തയ്യാറാക്കുകയാണ്. അവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് തയ്യാറാക്കാനായിട്ട് ഹാർഡ് കോപ്പി ആണ്. അവിടെ നിങ്ങൾ വിവരങ്ങൾ വെറുതെ പൂരിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം കോളങ്ങൾ തന്നിട്ടുണ്ടാവും. അതിനെല്ലാം പ്രത്യേകം തലക്കെട്ടുകളും ഉണ്ടാവും. Under different headings, different columns will be given. For some 5 or 6 columns will be there usually. അങ്ങനെയാണ് പതിവായിട്ടൊരു 5-6 കോളം കാണാറുണ്ട്. സീരിയൽ നമ്പർ, തൊട്ട് അടുത്ത കോളത്തിൽ ദ ഇയർ ഓഫ് യുവർ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ ആ കോഴ്സിന്റെ കാലാവധി, ഓർ പീരീഡ് ഓർ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് എന്ന് കൊടുത്തിരിക്കും. തൊട്ടടുത്ത കോളമിൽ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് യു അറ്റൻഡഡ് എന്ന് കൊടുത്തിരിക്കും. അതിന് തൊട്ടടുത്ത കോളമിൽ അഗ്രിഗേറ്റ്, മാർക്സിന്റെ അഗ്രിഗേറ്റ് കൊടുത്തിരിക്കും. അതിന് തൊട്ട് മുൻപായിട്ട് ഓപ്ഷണൽ സബ്ജക്റ്റ്, ചില സാഹചര്യങ്ങളിൽ അത് കാണാറുണ്ട്, രേഖപ്പെടുത്താനുള്ള കോളംസ്. പിന്നീട് ഈ പറഞ്ഞ മാർക്സിന്റെ അഗ്രിഗേറ്റ്, തുടർന്ന് അതിന്റെ പെർസെൻറ്റേജ്. ഇത്രയുമാണ് സാധാരണ എസെൻഷ്യൽ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസിന്റെ താഴെ കൊടുക്കാനുള്ളത്. അത് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ഇപ്പൊ നിങ്ങളൊരു ഫ്രഷ് ഗ്രാജുവേറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഡിഗ്രി കോഴ്സ് നിങ്ങൾ ചെയ്ത ആ ഡ്യൂറേഷൻ, അത് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ മെയിൻ സബ്ജക്റ്റ്, പിന്നെ അതിന്റെ അഗ്രിഗേറ്റ് മാർക്സ്, അതിന്റെ പെർസെൻറ്റേജ്, അതാണ് ആദ്യം കൊടുക്കേണ്ടത്, നമ്പർ 1 ആയിട്ട് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം 2 ആണ് നമ്മളുടെ +2ന്റെ ഡീറ്റെയിൽസ്. ഇതേപോലെ പഠിച്ച ആ ടൈം പീരീഡ്, ടൈം ഡ്യൂറേഷൻ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അത് പഠിച്ചത്, തൊട്ട് പിന്നിൽ ഏതായിരുന്നു നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ്, ഏത് ഗ്രൂപ്പാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തത്, പിന്നീട് അഗ്രിഗേറ്റ് ഓഫ് മാർക്സ്, പിന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ്. പിന്നീടാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇതേ ക്രമത്തിൽ നമ്മളിങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഇപ്പൊ തൊട്ടടുത്ത് കംപ്ലീറ്റ് ചെയ്തത് ഏത് കോഴ്സാണോ, ഈ അടുത്ത കാലത്ത് പാസ്സായത് ഏത് കോഴ്സാണോ, അതിന്റെ വിവരങ്ങൾ ആദ്യം. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്തതായിരിക്കും അവസാനം ചെയ്തത്. അപ്പോൾ അവസാനം ചെയ്ത കോഴ്സിന്റെ വിവരങ്ങൾ ആദ്യം കൊടുക്കുക. അതിന് മുൻപുള്ളത് പിന്നീട്, അതിന് മുൻപുള്ളത് പിന്നീട്, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പിന്നീട്. അങ്ങനെ ഏറ്റവും അടുത്ത കാലത്ത് ചെയ്തത് ആദ്യം, തുടർന്ന് മറ്റുള്ള കോഴ്സുകളുടെ വിവരങ്ങൾ കൊടുക്കുന്ന ആ ഒരു ക്രമത്തിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. അതാണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. പിൻഗണനാ കാലക്രമത്തിലാണ് നമ്മൾ കൊടുക്കുക.
അതായത് അവസാനം കംപ്ലീറ്റ് ചെയ്തതാണ് നമ്മൾ ആദ്യം കൊടുക്കുക. ഇതേ രീതിയാണ് നമ്മൾ തൊഴിൽ പരിചയമുള്ളവര് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന്റെ പരിചയമുള്ളവരും അതിന്റെ വിവരങ്ങൾ കൊടുക്കുമ്പോൾ ഇതേ രീതിയാണ് നമ്മൾ അവിടെ അവലംബിക്കുക. റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം നമ്മൾ അവിടെ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. തൊഴിൽ പരിചയമാണെങ്കിൽ ഇപ്പോ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ തൊട്ട് മുൻപ്, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, തൊട്ട് മുൻപ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, അവിടെ വർക്ക് ചെയ്ത വർഷം, അതായത് ആ ടൈം പീരീഡ്, പിന്നെ അവിടെ ഏത് തസ്തികയിലായിരുന്നു, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം രേഖപ്പെടുത്തിയിരിക്കണം. അതിനുള്ള പ്രൊവിഷൻസ് കാണും. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ആണെങ്കിൽ, അതിന്റെ ഹാർഡ് കോപ്പിയോ ഡിജിറ്റൽ കോപ്പിയോ ആണെങ്കിൽ അവിടെ ആ പെർട്ടിക്കുലർ കോളംസിൽ ആ വിവരങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ പൂരിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. പക്ഷെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ അത്യാവശ്യമുള്ള വിവരങ്ങളെല്ലാം പ്രത്യേകം കോളംസിലാക്കി വളരെ വൃത്തിയായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അത് രേഖപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ ദ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തതും അവസാനത്തേതുമായിട്ടുള്ള ഒരു പോയിന്റ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ റെസ്യൂമെ കംപ്ലീറ്റ് ആകണമെങ്കിൽ അതിന് ഒരു കവറിംഗ് ലെറ്റർ വേണം. ഒരു കവറിംഗ് ലെറ്ററും കൂടെ വെക്കുമ്പോഴേ റെസ്യൂമെ എന്ന് പറയുന്ന ആ സംഭവം കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അല്ലാതെ നമ്മളൊരു റെസ്യൂമെ ഇപ്പം ഈ പറഞ്ഞ പോലെ ബയോഡേറ്റ, ഈ വിവരങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തു, ഇതൊക്കെ നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഇതൊക്കെ എഴുതി തയ്യാറാക്കി ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി വെച്ചു, അവസാനം ഹോബീസ് റെഫറൻസ് ഒക്കെ കൊടുത്തു എന്നിരിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കും. I hereby declare that the above mentioned details are correct and true to the best of my knowledge and belief. അതാണ് അതിന്റെ ഒരു രീതി. അങ്ങനെ പറഞ്ഞിട്ട് ഫോർമൽ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുന്നത് പോലെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, അല്ലെങ്കിൽ യുവേഴ്സ് ഒബീഡിയന്റ്ലി, അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്ന് എഴുതിയിട്ട് സിഗ്നേച്ചർ കൊടുത്തതിന് ശേഷം പിന്നീട് നിങ്ങളുടെ പേര് ഒന്നുകൂടി ക്യാപിറ്റൽ ലെറ്ററിൽ അവിടെ എഴുതി വെക്കും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു റെസ്യൂമെ കൺക്ലൂഡ് ചെയ്യുക. ഇതിന് പുറമെ ഒരു കവറിംഗ് ലെറ്ററും കൂടെ നമ്മൾ വെക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ കവറിംഗ് ലെറ്റർ നമ്മൾ എഴുതുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫോർമൽ ലെറ്ററിന്റെ ആ ഫോമാറ്റിലാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു കത്ത് നമ്മൾ എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതേ ഫോമാറ്റിലാണ് ഈ കവറിംഗ് ലെറ്ററും തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആദ്യം വരേണ്ടത് സെൻഡേഴ്സ് അഡ്രസ് ആണ്. അതായത് നമ്മുടെ അഡ്രസ്, നമ്മളാണല്ലോ അപ്ലൈ ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയുടെ അഡ്രസ്. അവിടെ ഫ്രം എന്ന് വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പോ ഇല്ല, അത് ഔട്ട്ഡേറ്റഡ് ആണ്. പണ്ടാണ് അത് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഫോമാറ്റിൽ ആ ഫ്രം എന്ന വാക്ക് അവിടെ വെക്കില്ല, പക്ഷെ ഫ്രം അഡ്രസ് ആണ് അവിടെ വെക്കുന്നത്. തൊട്ട് താഴെ ഈ നിങ്ങളുടെ അഡ്രസ്, സെൻഡേഴ്സ് അഡ്രസ് രേഖപ്പെടുത്തിയതിന്റെ തൊട്ട് താഴെ ഡേറ്റ് ആണ് നമ്മൾ വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ ഡേറ്റ് 2 സെപ്റ്റംബർ 2020 അങ്ങനെ വെക്കുക. തുടർന്ന് വരുമ്പോൾ ടു അഡ്രസ് ആണ്, പക്ഷെ ടു എന്ന വാക്ക് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ദ മാനേജർ, ദ റിക്രൂട്ട്മെന്റ് മാനേജർ, ദ സിഇഒ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡാണ്, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡാണ് എന്നുണ്ടെങ്കിൽ ദ പ്രിൻസിപ്പൽ. ഇങ്ങനെ ആ തസ്തിക വെച്ചിട്ട് അതിന് തൊട്ട് താഴെ, അവിടെ പേരല്ല, വ്യക്തിയുടെ പേരല്ല, ആ തസ്തികയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ആ തസ്തികയുടെ പേരാണ് അവിടെ എഴുതുക. അതിനുശേഷം ആ സ്ഥാപനം ഏതാണോ അതിന്റെ ഫുൾ അഡ്രസ്, പൂർണ്ണമായ മേൽവിലാസം കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഈ തസ്തികയുടെ പേര് വെക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ദ എന്ന് ചേർത്തിരിക്കണം. ദ മാനേജർ, ദ പ്രിൻസിപ്പൽ, ദ സിഇഒ. ഈ ദ എന്ന് പറയുന്ന ആ ഒരു എലിമെന്റ് മിക്കവാറും ആളുകൾ സൗകര്യപൂർവ്വം മറക്കുന്ന അല്ലെങ്കിൽ വിട്ടുകളയുന്ന ഒന്നാണ്. അത് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ റെസ്യൂമെ കവറിംഗ് ലെറ്റർ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിസ്സാര കാര്യങ്ങൾ നമ്മൾ അവഗണിക്കരുത്. കാരണം ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചിലപ്പോ റിക്രൂട്ടറുടെ കണ്ണിൽ വലുതായിട്ട് പരിഗണിക്കപ്പെടുക. നമ്മുടെ സൂക്ഷ്മതയുടെ, നമ്മുടെ ഉത്തരവാദിത്ത ബോധത്തിന്റെ, നമ്മൾ എത്ര സിസ്റ്റമാറ്റിക് ആണെന്നതിന്റെ, നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്നതിന്റെ, കിട്ടിയ അറിവ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ എത്രമാത്രം നിഷ്ഠയുള്ള ആളാണെന്നതിന്റെ ഒക്കെ പ്രതിഫലനമാണ് നമ്മുടെ ഈ റെസ്യൂമയിൽ കാണുക.
അപ്പോൾ വിട്ടുപോകാതെ ഓർമ്മ വെക്കുക, ദ തസ്തികയുടെ മുൻപായിട്ട് ചേർത്തിരിക്കണം ടു അഡ്രസ് വയ്ക്കുമ്പോൾ. ഈ ടു അഡ്രസ്സിന് ശേഷം തൊട്ട് താഴെ നമ്മൾ വെക്കുന്നത് സല്യൂട്ടേഷൻ ആണ്. ഡിയർ, റെസ്പെക്റ്റഡ് തുടങ്ങിയ ഔപചാരിക പദപ്രയോഗങ്ങൾ അവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. സർ സ്ലാഷ് മാഡം മതി, അത്രയും മതി. തൊട്ട് താഴെ നമ്മൾ സബ്ജക്റ്റ് വെക്കും. ഇപ്പൊ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആണ് പോസ്റ്റ് എന്ന് ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സബ്ജക്ട് SUB അല്ലെങ്കിൽ സബ്ജക്ട് എന്ന് പൂർണ്ണമായിട്ട് എഴുതി ഒരു കോളൻ ഇട്ടതിന് ശേഷം ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ഓർ ഓഫീസർ എന്നുള്ള ആ തസ്തികയുടെ പേര് നമ്മൾ എഴുതി വെക്കും. ഈ തസ്തികയുടെ പേര് മാത്രം ക്യാപിറ്റൽ ലെറ്ററിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെയാണ് അത് എഴുതേണ്ടത്. തുടർന്ന് നമ്മൾ നമ്മുടെ ലെറ്റർ തുടങ്ങുകയാണ്. ദ കണ്ടന്റ് ഓഫ് ദി കവറിംഗ് ലെറ്റർ. അതും ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, എല്ലാ എൻട്രീസും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, ഇപ്പോൾ സ്വീകാര്യമായ ഫോമാറ്റ് അനുസരിച്ച്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ നമ്മൾ കണ്ട് പരിചയിച്ച ഈ ഒരു പരസ്യം കണ്ടിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലെറ്റർ, കവറിംഗ് ലെറ്റർ നമ്മൾ ആരംഭിക്കേണ്ടത് വിത്ത് റെഫറൻസ് ടു ദി അഡ്വർടൈസ്മെന്റ് പബ്ലിഷ്ഡ് ഇൻ so and so daily or online newspaper or in Facebook or LinkedIn, dated എന്നിട്ട് ആ അഡ്വർടൈസ്മെന്റ് പബ്ലിഷ് ചെയ്ത ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സൂക്ഷ്മത വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. എന്നാണ് അത് പബ്ലിഷ് ചെയ്തത്, ആ പബ്ലിഷ് ചെയ്ത ഡേറ്റിൽ വന്ന അഡ്വർടൈസ്മെന്റ് അനുസരിച്ച് I would like to present myself as a candidate for the post of എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോസ്റ്റ് വീണ്ടും അവിടെ ഹൈലൈറ്റ് ചെയ്യുക. സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസർ ഓർ HR മാനേജർ ഓർ വാട്ട് എവർ ഇറ്റ് ബി, അതവിടെ ഹൈലൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ നേരത്തെ നമ്മൾ വെച്ച റെസ്യൂമെയിൽ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എല്ലാം ഇവിടേക്ക് എടുത്തെഴുതേണ്ട കാര്യമില്ല. പക്ഷെ വളരെ ഉചിതമായിട്ട്, വളരെ ബ്രീഫായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് ഒരു മെൻഷൻ വേണം ഇവിടെ. For I am a postgraduate or a graduate with an experience of these many years. അല്ലെങ്കിൽ I am a fresh graduate or fresh postgraduate in such and such a subject എന്നാണ് വയ്ക്കേണ്ടത്. And the details of my qualification and experience are furnished in the resume attached herewith. കഴിഞ്ഞു. അതോടുകൂടി നമ്മുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചും നമ്മുടെ പരാമർശം അവിടെ അവസാനിക്കണം. തുടർന്ന് നമ്മളൊരു ഹംബിൾ റിക്വസ്റ്റ് ആണ് അവരോട് വെക്കുന്നത്. ഇഫ് യു ഫൈൻഡ് മീ എലിജിബിൾ, ഐ ഹംബ്ലി റിക്വസ്റ്റ്, അതായത് ആഫ്റ്റർ സ്ക്രൂട്ടിനൈസിങ് മൈ റെസ്യൂമി ഓർ മൈ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ പറയുന്നില്ലെങ്കിലും ദാറ്റ് ഈസ് ദ ഇന്റൻഡഡ് മീനിങ്, ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതാണ്. ഇഫ് യു ഫൈൻഡ് മീ എലിജിബിൾ, kindly provide me a chance so that I can prove my best. അങ്ങനെ ഒരു വളരെ ചുരുങ്ങിയ സെന്റൻസ് പറഞ്ഞ് നമ്മുടെ കവറിംഗ് ലെറ്റർ അവിടെ അവസാനിപ്പിക്കുകയാണ്. 3-4 സെന്റൻസ് മാത്രമേ കവറിംഗ് ലെറ്ററിന്റെ കണ്ടന്റ് പാർട്ടിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തുടർന്ന് യുവേഴ്സ് ഒബീഡിയന്റ്ലി, ഫെയ്ത്ത്ഫുള്ളി ഓർ സിൻസിയർലി, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് വേണ്ടത്. ലവിംഗ്ലി അവിടെ പറ്റില്ല, റിഗാർഡ്സ് എന്ന് പറയുന്നതും അവിടെ പറ്റില്ല, അതൊക്കെ വളരെ ഇൻഫോർമൽ ആണ്. ഓക്കെ, അപ്പൊ ഫോർമൽ ആയിട്ട് അവസാനിപ്പിക്കുക. യുവേഴ്സ് ഒബീഡിയന്റ്ലി ഓർ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഓർ യുവേഴ്സ് സിൻസിയർലി എന്ന് വെക്കുക. തൊട്ട് താഴെ നിങ്ങളുടെ സൈൻ വെക്കുക. തൊട്ട് താഴെ പേരെഴുതി, ക്യാപിറ്റൽ ലെറ്ററിൽ പേരൊന്നുകൂടി എഴുതി അവസാനിപ്പിക്കുക. ഈ റെസ്യൂമെയും ഈ കവറിംഗ് ലെറ്ററും കൂടെ ചേർന്നിട്ടാണ് നിങ്ങളുടെ കരിക്കുലം വിറ്റായി നിങ്ങളുടെ റിക്രൂട്ടറുടെ പക്കലേക്ക് എത്തേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഒരു ജോലി തേടുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നല്ല ശോഭനമായ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. സ്റ്റേ സേഫ്.